ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താർ ടൈമിൽ തരി കാച്ചിയതിനൊക്കെ പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഡ്രിങ്ക്സാണിത്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ആദ്യത്തെ ഡ്രിങ്ക് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ഡ്രിങ്കാണെന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വഴന്ന് വരുന്ന രീതിയിൽ, ഉടഞ്ഞു പോവണ്ട, നന്നായിട്ട് വഴന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചിരുവിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷണലാണ്, ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ്, തേങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തേങ്ങ ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലാണ്. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടി കൂട്ടിയെടുത്താൽ മതി. ഒരുപാട് മധുരമില്ല, നമുക്ക് റവ കാച്ചിയതിൻ്റെയൊക്കെ പോലെ ഒരു മീഡിയം സൈസിലുള്ള മധുരമാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൈദ ചേർത്താലും മതി, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ചേർത്തിട്ട് നമുക്ക് പാൽ ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഗോതമ്പ് പൊടി ചേർത്താൽ പിന്നെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പാൽ ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ ചെറുതായിട്ടും തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പാൽ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ കുറുകി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി പാകമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഈ 1/2 ലിറ്റർ പാലിലേക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് പാകത്തിന് ചൂടാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്കിത് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇത് നമുക്ക് റവ കാച്ചിയതിന് പകരം കുടിക്കാനായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് തണുപ്പിച്ചിട്ട് കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ട് വേണമെങ്കിലും കുടിക്കാം. ഇതിപ്പോൾ പാകത്തിന് ചൂട് ആയിട്ടുണ്ട്, ഒരു ചെറു ചൂടാണുള്ളത്. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് റവ കുടിക്കുന്നതിന് പകരമായിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. നമുക്ക് റവ കാച്ചിയതൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്ക് അതിന് പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പഴത്തിൻ്റെ പീസും നട്ട്സും ഒക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമുക്ക് നോമ്പ് സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ചൂടോടെയും തണുപ്പിച്ചിട്ടും കഴിക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഉണ്ടാക്കുന്നത് കൂവപ്പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്കാണ്. കൂവപ്പൊടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഈ വേനൽ സമയത്ത് ഉണ്ടാകുന്ന ചൂട് കുറക്കാനും നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മൂത്രസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ട് കൂവപ്പൊടിക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു 1.5 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മൊത്തത്തിലുള്ള ഈ അളവിൽ ഈ 1.5 പീസ് ശർക്കര എന്നുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണ്. അപ്പോൾ നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ശർക്കര മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ചേർക്കുന്നത് 1 കപ്പ് വെള്ളവും കൂടിയാണ്. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളവും പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ശർക്കര മെൽറ്റായി കഴിഞ്ഞാൽ ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഒഴിക്കാനുണ്ട്. അപ്പോൾ ശർക്കര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, കട്ടയൊന്നുമില്ലാതെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് വേണം ഈ കൂവപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിക്കാൻ. കൂവപ്പൊടിയുടെ മിക്സ് കൂടുതൽ ഫ്ലെയിം കൂട്ടി വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കട്ടയായി പോകും. കൂവപ്പൊടി ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ കൂവപ്പൊടി തിളപ്പിക്കാനായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കണം, അല്ലെങ്കിൽ ശർക്കരയിൽ ചെറിയ കരടൊക്കെ ഉണ്ടാവും. ഇനി പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചിട്ട് കൂവപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ കൂവപ്പൊടി തിളക്കുന്ന സമയത്ത് ഇതുപോലെ തിക്കായിട്ട് വരും. നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ കുറുകി വരും. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം നമ്മൾ വെള്ളം 1.5 കപ്പ് എടുത്തത് 2.5 കപ്പ് വെള്ളം ചേർത്തിട്ട് കൂവപ്പൊടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കരുത്, നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് തേങ്ങ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു മാത്രം ഉപ്പും ചേർത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ ഇത്രയും സമയം തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ ചൂടൊന്ന് ആറി വരുമ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി കട്ടി വേണമെന്നുള്ളവർക്ക് നമ്മൾക്കിപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ചേർത്തത് ഒരു 3.5-4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ലൂസായിട്ട് നമുക്ക് ദാഹവും ക്ഷീണവും ഒക്കെ മാറുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ദിവസം കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ നോമ്പെടുക്കുന്നവർക്കൊക്കെ മൂത്രസംബന്ധമായ പല പ്രശ്നങ്ങളും അതുപോലെ ഈ ചൂട് സമയത്തും മിക്കവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ 2 ഡ്രിങ്ക്സും നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ തരി കാച്ചിയതിന് പകരം കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഡ്രിങ്ക്സും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.